അപ്പോൾ അതിന് ആൻസർ എന്താ? വിമൺ എംപവർമെൻറ്റും സാനിറ്ററി നാപ്കിനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. നോക്കൂ, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എടുക്കുമ്പോഴാണ് ഈ റിയാലിറ്റി ശരിക്കും മനസ്സിലാവുന്നത്. നോക്കൂ, UDISE അഥവാ യുണൈറ്റഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ 2021-22 റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഇന്ത്യയിലെ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്, പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ വളരെ കുറവാണെന്ന് പറയുന്നത്. വളരെ കുറവെന്ന് പറഞ്ഞാൽ 1.5% ഉള്ളൂ. പക്ഷേ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറിയിലെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എറൗണ്ട്, ശ്രദ്ധിക്കണേ, എറൗണ്ട് എത്രയാണ്? 15% അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. അഥവാ ഏറ്റവും വലിയൊരു ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ആണ് ഇന്ത്യയിലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്, കുട്ടികൾ നടത്തുന്നത്. റൈറ്റ്. ഇതിൻ്റെ കാരണം നോക്കി നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് സ്റ്റഡി പഠിച്ച സമയത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്, യുനെസ്കോയുടെയും വിസ്പറിൻ്റെയും ഒരു സ്റ്റഡിയിൽ മനസ്സിലാവുന്നത്, ഇന്ത്യയിൽ 5-ൽ 1 പെൺകുട്ടി, ഫീമെയിൽ സ്റ്റുഡൻറ്, സാനിറ്ററി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അവരുടെ എഡ്യൂക്കേഷൻ നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. അതായത് 5-ൽ 1 കുട്ടി മെൻസ്ട്രേഷനിലും അതുപോലെ മെൻസ്ട്രേഷൻ ഹൈജീൻ്റെ കാരണവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ പാടെ നിർത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുന്ന റിയാലിറ്റി എന്താണ്? ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാണ്, അവിടെ നിൽക്കുകയാണ്. അപ്പം വിമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു, അവിടെ എൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഓഫ് വിമൺ എംപവർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്ത് ചെയ്യുന്നു, ഇല്ലാതാകുന്നു. അപ്പോൾ ഇതിന് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാം, എങ്ങനെ നമുക്ക് ഈ ഇഷ്യൂനെ ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാനിറ്ററി നാപ്കിൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നാപ്കിൻസ് വരുമ്പം എന്താ സംഭവിക്കുന്നത്? നാപ്കിൻസ് വരുമ്പം ഹൈജീൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നു. നമുക്ക് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യയുടെ സ്കൂൾ സിസ്റ്റംസ് ഒക്കെ തന്നെ, പ്രൈമറി ആവട്ടെ, സെക്കൻഡറി ആവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്താണ്, ഹൈജീൻ എന്നുള്ള കോൺസെപ്റ്റ് വളരെ പൂവറാണ്. റൈറ്റ്. പല സ്ഥലത്തും ബാത്റൂംസ് ഇല്ല, അല്ലെങ്കിൽ പല സ്ഥലത്തും എന്ത് ചെയ്യുക, കുട്ടികൾ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടി അവർ മെൻസ്ട്രേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈജീൻ എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ഈ ഹൈജീൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. മെൻസ്ട്രേഷൻ ഹൈജീൻ മാത്രമല്ല, മറ്റു തരത്തിലുള്ള ഹൈജീൻ, അതായത് വെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, നല്ല ബാത്റൂം ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഫാമിലി എന്ത് പറയും, കുട്ടികളോട് എന്ത് പറയും, നിങ്ങൾ മക്കളെ സ്കൂളിൽ പോയത് മതി, എന്താ വീട്ടിലിരുന്നോളൂ എന്ന് പറയും. അങ്ങനെ ഇന്ത്യയിൽ 5-ൽ 1 കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്ന സാനിറ്ററി നാപ്കിൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സാനിറ്ററി നാപ്കിൻസ് വരുന്നതോടുകൂടി കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഡേ ടു ഡേ ആയിട്ടുള്ള എന്ത് ചെയ്യാം, അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സ്പെഷ്യലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമ്പോൾ എന്ത് ചെയ്യും, വിമൺ എംപവർമെൻറ്റിലേക്ക് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി എന്ത് ചെയ്യും, ഈ സാനിറ്ററി നാപ്കിൻസ് എന്ത് ചെയ്യും, വിമണിൻ്റെ എംപവർമെൻറ്റിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നത്. റൈറ്റ്. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? റൈറ്റ്. ഈ പോയിന്റ് ഓർത്ത് വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതുകൊണ്ടാണ് ഗവൺമെൻറ് പ്രൊജക്ട് സ്വഭയമ എന്നുള്ള പ്രോജക്റ്റ്, സ്വാതി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു കോൺസെപ്റ്റാണ് GSTയിൽ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ സാനിറ്ററി നാപ്കിൻസിൻ്റെ GST എന്ത് ചെയ്തിരിക്കുന്നു, ഒഴിവാക്കിയതിൻ്റെയൊക്കെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, സാനിറ്ററി നാപ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും എന്ത് ചെയ്യുന്നത്, വിമൺ എംപവർമെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറയുന്നത്? റൈറ്റ്.